പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് എല്ലാവരോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവിടെ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്നാൽ എൻ്റെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ എന്നെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. പ്രത്യേകം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഫെബി ആന്റിയോടുള്ള സ്നേഹത്തെയും നന്ദിയെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ദൈവദാസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ആരും ഇതില് മുഖപരിചയമുള്ളവരില്ല. ആകെ അറിയാവുന്നത് സിസ്റ്റർ സുനിത ജെയിംസിനെ അറിയാം. ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ വന്നിട്ട് വർഷിപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മളെല്ലാം അറിയുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിരിപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആശ. ഞാൻ ചാരുമൂട് ദേശത്ത് പാർക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ദൈവത്തിന്റെ വേലയിൽ ആയിരിക്കുവാൻ കർത്താവ് എനിക്ക് അധികം കൃപ നൽകി. ബൈബിൾ പരമായിട്ട് നോളജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ജോലിക്ക് വേണ്ടി വളരെ അധികം ആഗ്രഹിച്ച് ഖത്തറിലേക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് 3 days ഫാസ്റ്റിംഗ് എടുക്കണം എന്നൊരു ആഗ്രഹം ഹൃദയത്തിൽ വന്നു. അങ്ങനെ 3 days ഫാസ്റ്റിങ്ങിന് വേണ്ടി ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറയാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാൻ മറന്നുപോയിട്ടുള്ള ഓരോ അനുസരണക്കേടും ഓരോ ദൈവഹിതം അല്ലാത്ത കാര്യങ്ങൾക്ക് ചുവട് വെച്ചതും എല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കാനിടയായി. അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു വചനം തന്നത് ഇപ്രകാരമാണ്: കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, വേലക്കാരെങ്ങനെയാ ചുരുക്കമാകുന്നത്? വേലക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, വിശ്വസ്തയോടെ നിൽക്കുന്നവർ ഇന്ന് ചുരുക്കമാണ്. ഹല്ലേലൂയ. നീ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ തക്ക സമയത്ത് നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാൻ സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മളൊക്കെ കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെയാണോ നിൽക്കുന്നത്? പലപ്പോഴും നാം അവിശ്വസ്തരായിട്ടും ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് വിശ്വസ്തനാണ്. വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. തക്ക സമയത്ത് പുറത്തിറക്കണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മൾ കായ്ച്ചേ മതിയാകത്തുള്ളൂ. ആകയാൽ പ്രിയ ദൈവമക്കളെ, സ്നാനപ്പെട്ടത് ഞാൻ കഴിഞ്ഞ മാർച്ച് 29-ാണ്. കൃപയാൽ പാസ്റ്റർ ഷാജി പോളിന്റെ കൈക്കീഴിൽ തന്നെ സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് വിലയേറിയ അവസരം നൽകി. എൻ്റെ പേരൻസും സഹോദരനും ഒക്കെ സ്നാനപ്പെട്ടിട്ട് 14 വർഷമായി. ഞാൻ മാത്രമാണ് ബാക്കിലേക്ക് നിന്നത്. ബിക്കോസ് ഈ പെൻഡക്കോസ്റ്റ് എന്ന ഒരു ഇതേ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വരില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണ്. മർത്തോമ എന്നുള്ള ഒരു സ്പിരിറ്റ് എന്നിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് പെൻഡക്കോസ്റ്റിലേക്ക് വരാൻ ഇഷ്ടമേ ഇല്ലായിരുന്നു. ഞാൻ അമ്മേനോട് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ വരത്തില്ല, ഞാൻ ഒരിക്കലും വരാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നെ തന്നെ ദൈവം പെൻഡക്കോസ്റ്റിലേക്ക് കൊണ്ടുവന്നു, സ്നാനപ്പെടുത്തിയെന്ന് മാത്രമല്ല, മാനസാന്തരപ്പെടുത്തി കർത്താവിന്റെ ഈ സത്യവചനം എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഇന്ന് പലരും എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, ചെറിയൊരു പെൺകുട്ടിയാണ്, വയസ്സ് 26 ഉള്ളൂ, ജോലി നോക്കിക്കൂടെ? ഹല്ലേലൂയ. ഇപ്പോഴാണെങ്കിലും നാട്ടിൽ കയറാം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാം, ഇനി വൈകും എന്നൊക്കെ പല ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വരാറുണ്ട്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞ ഒരു യൗവനക്കാരിയാണ്, വീണു പോകത്തേ ഉള്ളെന്ന്. പക്ഷെ കൃപയാൽ ഇന്ന് അവരൊക്കെ തിരുത്തി പറയാൻ തുടങ്ങി, ഇതിനായിട്ടല്ലോ ദൈവം നിന്നെ കണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എനിക്ക് ഇന്നും ഓരോ ദിവസവും ഭാഗ്യം നൽകുന്നു. അനേകരോട് മാനസാന്തരത്തിന് യോഗ്യമായ ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അങ്ങനെ ഇരിക്കെ പ്രിയ ദൈവമക്കളെ, എൻ്റെ മിനിസ്ട്രിയിലേക്ക് ഞാൻ ഇറങ്ങി ദൈവത്തോട് ഓരോ കാര്യങ്ങളെ ഏറ്റു പറഞ്ഞു. അതെല്ലാം വിടേണ്ടതെല്ലാം വിട്ടു കഴിഞ്ഞപ്പോൾ, ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും വിടേണ്ട കാര്യങ്ങൾ വിട്ടു കഴിഞ്ഞപ്പോൾ ദൈവം ഈ വചനം ഏൽപ്പിച്ചു. വിത്തിൻ 4 days കോട്ടയം പട്ടണത്തിൽ അരമണിക്കൂർ വചനം ഷെയർ ചെയ്യാൻ കർത്താവ് എന്നെ എടുത്തു നിർത്തി. പിന്നീട് ഇന്ന് ഞാൻ യൂത്തിന്റെ ഇടയ്ക്ക് ആക്റ്റീവാണ്. യൂത്തിന്റെ ഇടയ്ക്കാണ് എൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്ന കൃപയ്ക്കനുസരിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ചെറിയ ഒരു മിനിസ്ട്രി
മിനിസ്ട്രി ഉണ്ട്, അറൈസ് യൂത്ത് ഫോർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കർത്താവ് ഇന്ന് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, വലിയ വലിയ സ്റ്റേജ് കിട്ടിയെന്നോ അല്ല ഞാൻ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ പ്രസംഗരുടെ ഇടയിൽ ഉയർത്തി നിന്നു എന്നൊന്നും അല്ല. ഹല്ലേലൂയ, കർത്താവ് എനിക്ക് ഈ ഭാഗ്യം തന്നു. യോഗ്യതയില്ലാത്തിടത്ത്, അർഹതയില്ലാത്തിടത്ത്, ഈ വചനം പറയാനുള്ള യോഗ്യത ഇല്ലാത്തിടത്ത് കർത്താവ് എന്നെ നിർത്തി, എന്നെ മാനിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും, സിസ്റ്ററെ, ഈ സുവിശേഷത്തിൽ ഇറങ്ങിയിട്ട് ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരു നേട്ടവുമില്ല എനിക്ക്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഇഷ്ടങ്ങളോ എന്റെ താല്പര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പ്രിയ ദൈവമക്കളെ. പക്ഷെ ഞാൻ കാണുന്നു എന്റെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഓരോ നിമിഷവും ചുവടുവെക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് അധികമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പ്രിയ ആന്റിനോട് സംസാരിച്ചപ്പോൾ ആന്റി ഇപ്രകാരം പറഞ്ഞു, ടെസ്റ്റ് മണിയോട് ചേർത്ത് വചനം പറയാമെന്ന് പറഞ്ഞു. ആ ചോദ്യം എന്നെ ഒരുപാട് ചിന്തിപ്പിക്കാനിടയായി. ഞാൻ പറഞ്ഞു, കർത്താവെ, എന്താണ് എന്റെ ടെസ്റ്റ് മണി എന്ന് ഞാൻ ദൈവസന്നിധി ചോദിച്ചു. എന്താണ് എന്റെ ടെസ്റ്റ് മണി? ഹല്ലേലൂയ. ദൈവം ഇപ്രകാരം വചനത്തിൽ നിന്ന് എന്നോട് സംസാരിച്ചു. നീതിമാന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ മരിക്കുന്നത്, അല്ലെങ്കിൽ ഗുണവാന് വേണ്ടിയിട്ട് മരിക്കുന്നത് ദുർലഭമായിരിക്കാം. പക്ഷേ പാപികളായ നമ്മൾക്ക് വേണ്ടിയിട്ട് കർത്താവ് സമയത്തു മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിക്കപ്പെട്ടു. പ്രാരംഭത്തിൽ ആന്റി ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ വില കൊടുത്തു ദൈവം വാങ്ങിയതാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് എന്നോടൊപ്പം ചേർന്ന് പറയുവാൻ കഴിയുന്നുണ്ട്? വില കൊടുത്തു വാങ്ങിയതാണ്. അങ്ങനെങ്കിൽ ഇന്നിരിക്കുന്ന നിങ്ങൾ പറയരുത്, എനിക്ക് ടെസ്റ്റ് മണി ഇല്ല, എനിക്ക് ഒരു ടെസ്റ്റ് മണിയും ഇല്ല, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ടെസ്റ്റ് മണിയും പറയാനില്ല. അല്ല പ്രിയ ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള വലിയ ടെസ്റ്റ് മണി എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ എന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ച നല്ല ഒരു പിതാവുണ്ട്. അവിടെ നടന്നത് പുത്രന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടമാണ് പുത്രൻ അനുസരിച്ച് ചുവട് വെച്ചത്. അങ്ങനെങ്കിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നു? പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ചുവട് വെക്കാൻ തയ്യാറാണ്, റെഡിയാണ്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ നിങ്ങൾ അബ്രഹാമിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. മോറിയ മലയിൽ ഏകജാതനായ പുത്രനെ ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ അദ്ദേഹം റെഡിയായി. അദ്ദേഹം സാറായോട് ചോദിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദീർഘനാള് കാത്തിരുന്നതിന് ശേഷം ലഭിച്ചൊരു തലമുറയാണ്. പക്ഷെ ദൈവത്തിന്റെ അരുളപ്പാട് അബ്രഹാമിനുണ്ടായപ്പോൾ അബ്രഹാം അതനുസരിച്ച് ചുവട് വെച്ചു. ഹല്ലേലൂയ. അത് അനുസരിക്കാൻ അദ്ദേഹം തയ്യാറായപ്പോൾ അബ്രഹാം മകനോട് പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. പക്ഷെ ദൈവം എന്താ കരുതിയതെന്ന് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. കർത്താവ് കരുതിയത് ആട്ടുകൊറ്റനെയാണ്. ഈ ആട്ടുകൊറ്റനെ പറ്റി പഠിച്ചപ്പോൾ അതിന്റെ ചരിത്രം ഇപ്രകാരമാണ് പറയുന്നത്. ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് വിലയേറിയതാണ്, കാണാൻ നല്ല ശ്രേഷ്ഠമേറിയതാണ്, ഭംഗിയേറിയതാണ്, നല്ല രോമങ്ങളൊക്കെ ഉള്ളതാണ് ഈ ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത്. പക്ഷേ അനുസരിച്ചപ്പോൾ അബ്രഹാം ഹൃദയത്തിൽ ചിന്തിച്ചത്, കർത്താവ് എനിക്ക് വേണ്ടി ആട്ടുകുട്ടിയെ കരുതും. എന്നാൽ കർത്താവ് എന്താണ് കരുതിയത്? ആട്ടുകൊറ്റനെ. നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, ദൈവ ശബ്ദത്തിനെതിരെ മറുതലിക്കാതെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ചുവടുവെക്കാൻ ദൈവമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ചുവടുവെക്കുവാൻ തയ്യാറാകണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവെ, ദൈവ ശബ്ദം കേട്ട് ചുവട് വെച്ചപ്പോൾ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു. പലരും പറഞ്ഞു വീണു പോകുമെന്ന്, പലരും പറഞ്ഞു നിന്നെ ആർക്കറിയാമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നീ വലിയ പ്രസംഗിയൊന്നും അല്ലല്ലോ എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൃപയാൽ ഇന്നെല്ലാവരും അറിയപ്പെടുന്നതിലും ഉപരി ദൈവത്തെ അറിയുവാനും ദൈവം എന്നെ അറിയുവാനും ആ വിലയേറിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇന്ന് ഓരോരുത്തരും മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവേ, എന്നെ ഒരിക്കലും അറിയാൻ യോഗ്യതയില്ലാത്തവളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇന്നലെ ആന്റി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആന്റി, എന്നെ എങ്ങനെയാ പരിചയം, എന്റെ നമ്പർ എങ്ങനെയാ കിട്ടിയത്? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ അറിയാൻ ഒരു ചാൻസും ഇല്ല പ്രിയ ദൈവമക്കളെ. ദൈവം ഓരോരുത്തരുടെ കരങ്ങളിൽ കൊടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിക്കുന്നതാണ് ഇവളെ വിളിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എപ്രകാരമാണ് കർത്താവ് എന്റെ മിനിസ്ട്രി എന്നുള്ളത്. അതും കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ എന്റെ വചനത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു.
ഈ വർഷം എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പ ഫുൾ ടൈം മിനിസ്ട്രി എന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ എപ്രകാരമാണ് എന്റെ മിനിസ്ട്രി എന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണം, എനിക്ക് കാണിച്ചു തരണം, എന്നോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കണം. എനിക്ക് എപ്പോഴും ഇഷ്ടം കർത്താവ് എന്നോട് പേഴ്സണലി സംസാരിക്കുന്നതാണ് ഇഷ്ടം. കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, മത്തായി 3 പോകുവാൻ. അവിടെ നമുക്ക് യോഹന്നാൻ സ്നാപകനെ പറ്റി കാണുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, വിൽഡർനെസ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഹല്ലേലൂയ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടി പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. ദൈവദാസി പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം. മാനസാന്തരപ്പെടേണ്ടതാണെങ്കിൽ, ഇന്ന് ക്ലിയർ ചെയ്യേണ്ടതാണെങ്കിൽ കർത്താവേ, ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കണമെന്ന്. യെസ്, അതിനാണ് ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ ഇവിടെ അയച്ചിരിക്കുന്നത്. എന്റെ സുവിശേഷം എന്ന് പറയുന്നത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്, ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അന്ത്യകാലത്തിലേക്ക് ഒരു കൂട്ടം ജനത്തെ, കർത്താവിന്റെ ശേഷിപ്പിനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച ദൂതല്ല ഇന്ന് വെളിപ്പെടാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ദൂതുകളാണ് ഇന്ന് വെളിപ്പെടാൻ പോകുന്നത്. അപ്പം സിസ്റ്ററെ, ഞങ്ങളുടെ കാര്യത്തിലുള്ള വിടുതലോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ളതോ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജോലി വിഷയമായിട്ടുള്ളതോ, അതിനൊക്കെ വിടുതലുണ്ട്. പക്ഷേ ആദ്യമായിട്ട് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ, കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് കയറുവാൻ, കർത്താവിന്റെ നീതി എന്താണെന്ന് തിരിച്ചറിയുക, കർത്താവിന് നമ്മളെ പറ്റിയിട്ടുള്ള ഹിതം എന്താണെന്ന് തിരിച്ചറിയുക. പ്രിയ ദൈവമക്കളെ, ഞാൻ ഓരോ വചനം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഞാൻ കർത്താവിനോട് എപ്പോഴും പറയാറുണ്ട്, ദൈവമേ, വെറുതെ ഒരു പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വചനം എടുത്തു വെച്ച് പ്രസംഗിക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ ആദ്യം പഠിപ്പിച്ചിട്ട് അത് അനേകരിലേക്ക് എനിക്ക് ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റേണ്ട കുറവുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഈ വർഷം തീരുവാൻ നമ്മുടെ മുമ്പിൽ 2 മാസം കൂടെ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ 2 മാസത്തിൽ ഹല്ലേലൂയ, ദൈവം എന്നെ അധികമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാറ്റേണ്ട ഇനിയും സ്വഭാവങ്ങളൊക്കെയും ഉണ്ട്. പണി തീർന്നു കഴിഞ്ഞാൽ കർത്താവ് പുറത്തെടുക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നമ്മളെയൊക്കെ ദൈവം ഭവനത്തിൽ ഒറ്റപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് അകറ്റി, ഹല്ലേലൂയ, സ്തോത്രം, ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ പണിയാൻ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെങ്കിൽ ചോദിക്കരുത്, കർത്താവേ, എന്തിനാണെന്നും ഈ കഷ്ടത, എന്തിനാണെന്നും ഈ വേദന, എന്തിനാണെന്നും ഈ ഞെരുക്കമെന്ന് ചോദിക്കാതെ, അപ്പാ, അങ്ങയുടെ ഹിതം എന്താണോ അത് എന്നിൽ നിറവേറിയാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പലർക്കും ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. പലരും സാഹചര്യങ്ങളെ നോക്കി ജീവിക്കുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കരുത്. നിങ്ങൾ വിളിച്ച ദൈവത്തിലേക്ക് നോക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗ്ഗസ്ഥനുമായ നല്ല പിതാവേ, അവിടുന്ന് അനുഗ്രഹിച്ച് നൽകിയ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസിയെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സമർപ്പിക്കുന്ന അപ്പ, അവിടുന്ന് ദൈവഹിതം അവരിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്ന ജനത്തെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങേ ഒത്തിരി ബഹുമാനിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കായ്ക്കുവാനുള്ള കൃപ തരണം. അധികം കർത്താവിനെ സ്നേഹിക്കുവാനുള്ള കൃപ തരണം അപ്പ. ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിന്റെ വചനം, ഹല്ലേലൂയ, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുക ഞങ്ങൾക്കോ അത് ദൈവശക്തിയാണ്. ഇത് ദൈവശക്തിയായിട്ട് മാറട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിടെ പരിവർത്തിക്കട്ടെ അപ്പ. എന്റെ ഇഷ്ടങ്ങളല്ല, എന്റെ അനിഷ്ടങ്ങളല്ല, എന്റെ താല്പര്യങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. പരിശുദ്ധാത്മാവെ, അങ്ങേക്കാണ് ഇവിടെ സ്ഥാനം. പരിശുദ്ധാത്മാവ് ഇവിടെ വരണം. അത്യുന്നതന്റെ ശക്തി ഞങ്ങളുടെ മേൽ നിഴലിടണം അപ്പ. പ്രാർത്ഥന കേൾക്കണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആകയാൽ നമ്മൾക്ക് വേഗത്തിൽ തന്നെ വചനത്തിലേക്ക് കടന്നു വരുവാൻ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ചിന്ത മത്തായി 5:3 നിന്നാണ്. മത്തായി 5:3 നിന്ന് അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വചനം വായിക്കാം. മത്തായി 5:3. ആത്മാവിൽ ദരിദ്രരായർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. ഭൗതികമായിട്ടൊക്കെ നമുക്ക് ഞെരുക്കങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എത്ര പേര് പറയുന്നു, ഞാൻ ഇന്ന് ആത്മാവിൽ ദരിദ്രയാണ്.
ഹല്ലേലൂയ, എനിക്ക് സമ്പന്നയാകണം, എനിക്ക് സമ്പന്നനാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എല്ലാവരുടെ മനസ്സിൽ നിന്ന് പോയിരിക്കുന്ന ഒരു കാര്യമാണ്, ആത്മാവിൽ സമ്പന്നത വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഭൗതികമായിട്ട് സമ്പന്നത വേണം. ഭൗതികമായിട്ട് എത്ര നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ വസ്തുവകകളൊക്കെ കൂട്ടിവെക്കുകയാണ്. കൂട്ടിവെക്കാൻ ഇനി സ്ഥലമില്ലാഞ്ഞിട്ട്, കളപ്പുരയിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് സ്ഥലം. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവ വിഷയം സംബന്ധിച്ച് സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഹല്ലേലൂയ. ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന് കർത്താവിന്റെ പ്രാണനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഭൗതികമായി കൂട്ടിവെച്ചതൊക്കെ ആർക്കാകുന്നു? അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അതൊന്നും പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കണം, രൂപാന്തരത്തിലേക്ക് എത്തണം. ദൈവഹിതം അറിയണമെങ്കിൽ ഹല്ലേലൂയ, പാപ സ്വഭാവങ്ങൾ വെടിയണം. അതിനെന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിനോട് തന്നെ ചോദിക്കണം, അപ്പാ, മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ എനിക്ക് വെളിപ്പെടുത്തണം. ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു കുറവുമില്ല, ഹല്ലേലൂയ, സ്തോത്രം, രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, സ്നാനപ്പെട്ടു, അന്യഭാഷ പ്രാപിച്ചു, എല്ലാ സൺഡേയും ചർച്ചിൽ പോകുന്നുണ്ട്, കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്. അല്ല, ഒളിഞ്ഞിരിക്കുന്ന എവിടെങ്കിലും പാപങ്ങൾ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇത് കർത്താവിനോട് കാണിച്ചു തരാൻ പറയണം. പ്രിയ ദൈവമക്കളെ, നിത്യത എന്ന് പറയുന്നത് വിലയേറിയതാണ്. ഹല്ലേലൂയ, ഇത് നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതല്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്ക് വരുന്ന ഒരുപാട് പ്രെയർ റിക്വസ്റ്റ് ഇതാണ്. കടബാധ്യതകൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, തലമുറകളുടെ അനുസരണക്കേടുകൾ. ഹല്ലേലൂയ, ഇതിന്റെ വേരെവിടാണെന്ന് നമ്മൾ തപ്പണം. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയതെന്ന് നോക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിച്ച ഒരാളായതുകൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രതിസന്ധികൾ വരുമ്പോൾ, 4 ഭാഗങ്ങൾ അടയുമ്പോൾ, അപ്പാ, എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്? എന്താണ് എനിക്ക് ഞാൻ തൊടുന്ന മേഖലകളിലെല്ലാം കൈമോശം വരുന്നത്? ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്, കർത്താവിനോട് ചോദിക്ക്, എന്നെ പറ്റിയിട്ടുള്ള അങ്ങയുടെ ഹിതം എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ സമ്പന്നരാകാൻ ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് ആത്മാവിൽ സമ്പന്നത നേടണം, എനിക്ക് അധികം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ വരുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊക്കെ ഇപ്പൊ സമ്പത്തിൽ കുറവുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ലോകപരമായിട്ട് നോക്കിയാൽ നമ്മൾ എന്തോ ചെയ്യും? ലോണിലേക്ക് നീങ്ങും, അല്ലെ? ലോൺ എടുക്കണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലോൺ കിട്ടുമോ? കിട്ടത്തില്ല. ലോൺ എടുക്കണമെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ കിട്ടത്തില്ല. ചെന്ന് ചോദിക്കണം, ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ മാത്രമേ ലോൺ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എന്താണ്? നമുക്ക് ലോൺ തരും. ഇങ്ങനെയെങ്കിൽ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് ഒരു സമ്പത്തിലേക്ക് എത്തണമെങ്കിൽ ആരോട് ചോദിക്കണമെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്. എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. പിതാവാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് വേണ്ടി നൽകി തന്നത്. നമ്മുടെ കാര്യസ്ഥനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ആരും പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യങ്ങളും ചോദിക്കാറില്ല. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു 5 വർഷമായിട്ട് എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കരത്തിൽ പിടിക്കണമെന്നുള്ളത്. പലപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, പഠിച്ചു തീരാറായി, എനിക്കൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നേരം
എന്റെ അമ്മ പറയും, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, ദൈവം എന്താണോ എന്റെ നാവിൽ തരുന്നത് അതേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ, അതേ ഞാൻ പറയത്തുള്ളൂ. കൃപയാൽ ഹല്ലേലൂയ ഞങ്ങൾ പോകുന്നിടത്തൊക്കെയും പരിശുദ്ധാത്മാവ് ഇന്ന് കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് വഴി പരിശുദ്ധാത്മാവ് തെളിച്ചു തരുന്നുണ്ട്, ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ എന്റെ ഭൗതിക മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കായിരിക്കാം, പക്ഷെ പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് കരം പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ താണുപോകുന്നില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ മുങ്ങിപ്പോകുന്നില്ല. ഇന്ന് പ്രതിസന്ധികളുടെ ചുറ്റും ഹല്ലേലൂയ ചുറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരത്തിൽ പിടിക്കാൻ ഇന്നു മുതൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ തലമുറയുടെ കരത്തിൽ പിടിച്ചേ മതിയാകത്തുള്ളെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? ബൈബിളിൽ പറയുന്നത് ഏറ്റവും അധികം തരാമെന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, പരിശുദ്ധ ആത്മാവിനെയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. UK വിട്ട് പഠിപ്പിക്കണം, കാനഡ വിട്ട് പഠിപ്പിക്കണം, +2 കഴിയുമ്പോഴേ അവരുടെ ഭാവിയെ പറ്റിയിട്ടുള്ള ചിന്തകളാണ്. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഒരുക്കി കൊടുക്കണം. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹവും ഇത് തന്നെയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരുത്തില്ല. ഹല്ലേലൂയ. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നൽകി തന്ന ഒരു വലിയൊരു മഹത്വമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഇതിന്നും പലർക്കും അറിയത്തില്ല പ്രിയ ദൈവമക്കളെ. ഇന്നിത് കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ് സാത്താൻ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇതിനു വേണ്ടി കാത്തിരിക്കാൻ തയ്യാറുണ്ട്? ഇത് വെറുതെ ലഭിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ചുമ്മാതങ്ങ് കിട്ടുന്നതല്ല പ്രിയ ദൈവമക്കളെ, കാത്തിരുന്നാൽ മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ മിനിസ്ട്രിയിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് അന്യഭാഷയില്ല, ഒരു വരങ്ങളും ഒന്നുമില്ല, ആകെ സ്നാനപ്പെട്ടിട്ടുണ്ട്, വചനം പോലും നേരാ ചൊവ്വന എനിക്ക് അറിയത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ എന്തിനാ കർത്താവ് മിനിസ്ട്രിയിൽ ഇറക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞു, പറഞ്ഞ കാര്യം ചെയ്താൽ മതി, എന്താ തരേണ്ടതെന്നുള്ള തക്ക സമയത്ത് എനിക്കറിയാം. ഹല്ലേലൂയ. കൃപയാൽ പ്രിയ ദൈവമക്കളെ, എനിക്ക് അന്യഭാഷ ലഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ വരം എപ്പോഴാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുറച്ചിടെയായിട്ടുള്ള മെയ് മാസത്തിലാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പാസ്റ്റർ വർഗീസ് ബേബി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. പ്രിയ ദൈവദാസന് അപ്രകാരം ഒരു വരം ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പേ 2 months മുമ്പേ കർത്താവ് എന്നെ പ്രിപ്പയർ ചെയ്തെടുത്തു. ഈ പരിശുദ്ധാത്മാവിന്റെ വരം നിനക്ക് ലഭിക്കണമെങ്കിൽ, അന്യഭാഷ വരം നിനക്ക് ലഭിക്കണമെങ്കിൽ, നീ നിന്നിൽ നിന്ന് മാറ്റേണ്ട കുറവുകളെല്ലാം മാറ്റണം. ഹല്ലേലൂയ, സ്തോത്രം. മോശമായിട്ടുള്ള പാത്രത്തിൽ, അഴുക്കായിട്ടുള്ള ഒരു പാത്രത്തിൽ ആരും നല്ലത് പകർന്നു കൊടുക്കത്തില്ല, നല്ലത് കൊടുക്കത്തില്ല. പ്രിയ ദൈവമക്കളെ പറയട്ടെ, അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് ചുവട് വെച്ചപ്പോൾ ആ ദൈവത്തിന്റെ അന്യഭാഷ വരം കർത്താവ് എനിക്ക് നൽകി. ആകയാൽ പ്രിയ ദൈവമക്കളെ, എന്തിനാണ് ഏതിനാണ് എന്നൊന്നും ചോദിച്ച് സമയം കളയാതെ കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക. ഈ പരിശുദ്ധാത്മാവെന്ന നല്ല ദിതിയുടെ കയ്യിൽ, നല്ല ഉപദിതിയുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരും. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ലാഘവത്തോടെ എടുക്കരുത് പ്രിയ ദൈവമക്കളെ. എന്നും നമ്മൾ കേൾക്കുന്നത് അനുഗ്രഹത്തിന്റെ മെസ്സേജ് ആണെങ്കിൽ, ഇന്ന് വ്യത്യസ്ത തലമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു വന്നത്, ചോദിക്കണം. ചോദിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വേഗത്തിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 7:7 ഇപ്രകാരം പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. യാചിക്കണം. യാചിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദേവദാസി എങ്ങനെ യാചിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കണം, കൊതിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ എൻ്റെ ഒരു കസിൻ ബ്രദർ വിളിക്കുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൃപ പ്രാപിച്ചാൽ പോര മോളെ, ഇനിയും കൃപ പ്രാപിക്കണം, ഇനിയും അധികം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. തികഞ്ഞെന്നുള്ള മട്ടിലിരിക്കാതെ ഹല്ലേലൂയ ഒന്നുമായിട്ടില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അവൻ നമ്മളെ നിറയ്ക്കാൻ റെഡിയാണ്. ഹല്ലേലൂയ. യാചിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഹന്നാൻ 4:16 ശമരിയ സ്ത്രീയെ പറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അവള് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ കോരുവാൻ ഇവിടുത്തോളം വരാതിരിക്കേണ്ടതിനും എനിക്ക് ദാഹിക്കാതിരിക്കേണ്ടതിനും ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ വെള്ളം എനിക്ക് തരണം. എത്ര പേരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ആ വെള്ളം എനിക്ക് തരണം. ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് സമാധാനം തരും, സന്തോഷം തരും. നിങ്ങൾ പ്രശ്നത്തിന്റെ നടുവിൽ ചുറ്റപ്പെട്ട് നിന്നാലും നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം ദൈവം തരും. ഓരോ ദിവസവും അനുഭവിക്കുന്നത് കൊണ്ടാണ് പ്രിയ ദൈവമക്കളെ പറയുന്നത്, സന്തോഷം തരും, സമാധാനം തരും. ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്ത്രീ ഇവിടെ വന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരുവാൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കൂട്ടുദാസന്മാർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കണമെന്ന് എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏറ്റെടുത്താൽ ഇന്ന് വിടുതലാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സന്തോഷം തരും, സമാധാനം തരും. പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും. അങ്ങനെയെങ്കിൽ ഞാൻ പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നീ ഭയപ്പെട്ട് നടന്ന ഒരു വ്യക്തിയല്ലായിരുന്നോ? കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയല്ലായിരുന്നോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ച പത്രോസ് പറയും, എനിക്ക് ഭയമായിരുന്നു. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കർത്താവിന് വേണ്ടി മരിക്കണമെന്ന്, കർത്താവിന്റെ കൂടെ നിൽക്കണമെന്ന്. പക്ഷെ എനിക്ക് ഭയമാണ്, എന്തെന്നില്ലാത്ത ഭയമാണ്. ഒളിച്ചും പമ്മിയും പാത്തും ഒക്കെയാണ് നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് ഹെരോദാവ് കൊല്ലുവാൻ നിശ്ചയിച്ച തലേ രാത്രിയിൽ അവൻ 2 പടയാളികളുടെ നടുവിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. 4 ചേവകന്മാർ, 16 പേര്, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരുടെയും നടുവിൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോഴും അവന് നല്ല സമാധാനത്തോടെ അവൻ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ ദൂത് പറയട്ടെ, ആർക്കെങ്കിലും സമാധാനമില്ലാതെ അഴലുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ഹല്ലേലൂയ വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഹല്ലേലൂയ പൗലോസിനോട് ചോദിച്ചു, പൗലോസേ, നീ എങ്ങനെ കിടന്നുറങ്ങി? നിനക്ക് എന്ത് ധൈര്യമാണ്? നിനക്ക് എന്ത് ഉറപ്പാണ്? ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഏത് ദിവസം വരെയാണ് പ്രിയ ദൈവമക്കളെ? നിങ്ങളുടെ പ്രതിസന്ധി ജീവിതമായിക്കോട്ടെ, ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ നടുവിലായിക്കോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, തലപോകുന്ന കേസുകെട്ടായിക്കോട്ടെ, എന്ത് പ്രശ്നത്തിന്റെ നടുവിലും പരിശുദ്ധാത്മാവിന്റെ സമാധാനം നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. പക്ഷെ ഒരു കാര്യം പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഉറച്ചിരിക്കണം. ഇന്ന് പലർക്കും വിശ്വാസമുണ്ട്, പക്ഷെ ഒരു ഉറപ്പില്ല. 2 വള്ളത്തില് കാല് വെച്ച് യാത്ര ചെയ്യുന്നവരെ പോലാണ്. 50-50 ആണ്. താൻ പാതി ദൈവം പാതി. പകുതി ഞാൻ കർത്താവിനും കൊടുക്കും, പകുതി എനിക്ക് ടെൻഷനുമാണ്. ഹല്ലേലൂയ. അങ്ങനല്ല, മുഴുവനും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ ഇന്ന് ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ഞാനും ഇങ്ങനെ നേരത്തെ ഇങ്ങനായിരുന്നു, പകുതിയായിരുന്നു. പകുതി കർത്താവിനും പകുതി എനിക്ക് ടെൻഷനും. ഹല്ലേലൂയ. പക്ഷെ ഇത് ദൈവം തന്നെ മാറ്റി തന്നു. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ മുഴുവൻ ടെൻഷനും നിങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ മുഴുവനും ഭാരങ്ങളും. ഹല്ലേലൂയ, സ്തോത്രം. പ്രാരംഭത്തിൽ പ്രിയ ദേവദാസി പറഞ്ഞതുപോലെ, നമ്മുടെ പ്രശ്നങ്ങൾ ആരുടെ പ്രശ്നങ്ങളാ? നമ്മുടെ ദൈവത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പപ്പായെ മമ്മിയെ അത് അഫക്ട് ചെയ്യത്തില്ലേ? ഇല്ലേ? ഞാൻ ഈ ജോലിയുടെ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടന്ന സമയത്ത് എന്നെക്കാട്ടിലും എൻ്റെ വിഷമം എൻ്റെ ഡാഡിക്കായിരുന്നു. ഞാൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ടെൻഷൻ അടിച്ചും ഒക്കെ ഉറക്കമില്ലാതെ ഒക്കെ നടക്കുമ്പം എന്നെക്കാളും ടെൻഷൻ എൻ്റെ ഡാഡിക്കായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ വിഷയം ദൈവത്തിന്റെ വിഷയമാണ്. ഹല്ലേലൂയ. ആന്റി ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മൾ ഇനി നമുക്കുള്ളവരല്ല പ്രിയ ദൈവമക്കളെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരാനാണ് കർത്താവ് പറയുന്നത്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ കയ്യിൽ ആശ്വാസമുണ്ട്. കർത്താവ് ആശ്വാസം കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ്, ആശ്വാസം കണ്ടെത്താൻ മനസ്സില്ല. ഒരു ദൈവദാസി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതുപോലെ, നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതെന്റെ പ്രശ്നമാണ്,
അല്ലെങ്കിൽ ഇത് എന്റെ പ്രോബ്ലമാണ്, ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഇത് ഞാൻ ഏറ്റെടുത്ത് ഇത് എനിക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അല്ല, നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഒരു പത്രോസിനെ പോലെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നൽകും, സന്തോഷം നൽകും. പത്രോസ് എപ്പോഴും ഭയപ്പെട്ട് നടന്ന ഒരു വ്യക്തിയാണ്. എല്ലാം എടുത്തു ചാടും, കർത്താവിന് വേണ്ടി എല്ലാം ചെയ്യാമെന്ന് പറയും. പക്ഷേ പത്രോസിന് ഭയങ്കര ഭയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്റ്റെപ്പ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സ്റ്റെപ്പ് വെച്ചാൽ എന്തായി തീരുമെന്നുള്ള ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇത് എങ്ങനെയായി തീരും, മറ്റുള്ളവർ എന്തു വിചാരിക്കും, മറ്റുള്ളവർ എന്തു പറയും, ഞാൻ ഈ തീരുമാനത്തിലേക്ക് എടുത്തു ചാടിയാൽ മറ്റുള്ളവരുടെ പഴിയും ദുഷിയും നിന്നെയും ഞാൻ കേൾക്കേണ്ടി വരുത്തില്ലേ എന്ന് പറയുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം നിങ്ങൾ നിങ്ങളുടെ കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ. ഇനിയും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ മുറുകെ പിടിച്ചോണ്ടിരിക്കാതെ, ഹല്ലേലൂയ, തലമുറകളെ പറ്റിയിട്ടുള്ളതായിക്കോട്ടെ, നിങ്ങളുടെ ഭാവി സംബന്ധമുള്ളതായിക്കോട്ടെ, എല്ലാ പ്രശ്നങ്ങളും കർത്താവിന്റെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കൊരു വിടുതല് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇത് ഇന്ന് പലർക്കും അറിയത്തില്ല. പലർക്കും ഇന്ന് എന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത്, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. എങ്ങനെ അന്വേഷിക്കണം? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വീട്ടിലെ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കണം? അല്ല. വചനം നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ വായിലും ഹൃദയത്തിലും വചനം നമുക്ക് സമീപയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ഹല്ലേലൂയ അന്വേഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മുത്തുകളെ കർത്താവ് പകർന്നു നൽകും, പറഞ്ഞു നൽകും. ഞാൻ പറഞ്ഞു പ്രാരംഭത്തിൽ, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിച്ചോ അല്ലെങ്കിൽ വചനം എന്താണെന്നുള്ള ഒരു ഐഡിയോ നോളജോ ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കാൽക്കൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നതിലും ഉപരി പകർന്നു നൽകുകയാണ്. ഇതെല്ലാം ഗ്രഹിക്കാനുള്ള ജ്ഞാനം നമുക്ക് ആര് നൽകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകും. പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ട് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പാപത്തെ പറ്റി, നീതിയെ പറ്റി, ന്യായവിധിയെ പറ്റി നമുക്ക് ബോധം നൽകുന്ന ആത്മാവാണ്. ഇത് ചുമ്മാതിങ്ങനെ വായിച്ചു വിടാതെ, ഹല്ലേലൂയ, ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചതുപോലെ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് വചനം വായിച്ചാലും എനിക്ക് വചനം വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഗ്രഹിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ഞാൻ പറയും, എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് ഡിഫിക്കൽട്ടാണ്. നമ്മൾക്കിതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവില്ല, കൃപയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം പ്രിയ ദൈവമക്കളെ പകർന്നു നൽകും. കൊച്ചുനാൾ മുതൽ ഞാൻ ബൈബിള് വായിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വചനം വായിച്ചു തീർത്തു. ഇപ്പൊ ഇനിയും 12ാമത്തെ പ്രാവശ്യമാണ് വചനം വായിക്കാൻ പോകുന്നതെന്നല്ല, വായിച്ചു തീർത്തെങ്കിൽ നല്ലത്. പക്ഷെ വായിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? അത് അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ പൊരുള് തിരിച്ചറിയാഞ്ഞാൽ, പൊരുള് തിരിച്ചു തരാഞ്ഞാൽ ഞാനിതെങ്ങനെ ഗ്രഹിക്കും, ഞാനിതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ഷണ്ണൻ തിരിച്ചുത്തരം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനോട് പറയണം ഇതിന്റെ പൊരുള് തിരിച്ചു തരുവാൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയുന്നതിലും എനിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നതിലും ഉപരിയായിട്ട് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, വചനം വെറുതെ വായിച്ചു വിടാതെ ഗ്രഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകം ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിക്കും വചനവുമായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദൈവം ഇത് ഗ്രഹിപ്പിച്ചു തരുമെന്ന്. അല്ല, സമയമെടുക്കും. ആകയാൽ കാത്തിരിക്കണം. ദൈവത്തിന്റെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സംഭവം വാങ്ങണമെങ്കിൽ, കാര്യം വാങ്ങണമെങ്കിൽ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. അത് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കത്തില്ല. പെട്ടെന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണു പോവുകയും ചെയ്യും. ഹൃദയത്തിലൊക്കെ ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ വരും. എനിക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇച്ചിരിയൊക്കെ വചനമൊക്കെ കിട്ടിക്കഴിയുമ്പോ പിന്നെ എല്ലാം തികഞ്ഞെന്നുള്ള ഒരു ചിന്തയാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു ഇനിയും അറിയാൻ കിടക്കുന്നു. ഈ ഒരു ജന്മം പോരാ പ്രിയ ദൈവമക്കളെ, ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തെ അറിഞ്ഞു തീർക്കുവാനും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മള് ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ. ഇവിടെ പറയുന്നു വചനത്തിൽ അന്വേഷിക്കണം, അന്വേഷിച്ചാൽ കണ്ടെത്തും. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്ക് ബോധ്യം തരും. എങ്ങോട്ട് ചുവട് വെക്കണം, എങ്ങോട്ട് മൂവ് ചെയ്യണം, ദിശ ഏതാന്ന് അറിയാതെ നിൽക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കും. പക്ഷെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൃപ എന്നിലേക്ക് വരണമെങ്കിൽ എന്ത് ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്കുള്ളതൊക്കെയും വിൽക്കണം. വചനത്തിൽ പറയുന്നു തനിക്കുള്ളതൊക്കെയും വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. ഈ വചനം എന്നെ ഒത്തിരിയും ചിന്തിച്ചു. നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ, സഹായം ചോദിച്ചോ എന്തിനെങ്കിലും കടന്നു വരികയാണെങ്കിൽ, നമ്മൾ നമുക്കുള്ള ഒരു വിലയേറിയ സാധനം വിറ്റിട്ട് അവർക്ക് കൊടുക്കുവോ? പൈസ കൊടുക്കുവോ? എനിക്കൊരു വിലയേറിയ ഒരു സംഭവം ഉണ്ട്, ഒരു സ്വർണം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് വിറ്റിട്ട് ഞാൻ അവർക്ക് പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. ഏറ്റവും കുറഞ്ഞ ലോ ക്വാളിറ്റി ആയിട്ടുള്ളത് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കും, കൊടുത്തു വിടുവാൻ ആഗ്രഹിക്കും. ഇത് തന്നെയാണ് നമ്മൾ ദൈവത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നതല്ല നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ ജഡത്തെ ക്രൂശിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജഡത്തെ ക്രൂശിച്ചാൽ മാത്രമേ ഈ കൃപ എന്നിലേക്ക് കടന്നു വരത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് അധികം ലഭിക്കത്തുള്ളൂ. കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് ചെവി കൊടുക്കരുത്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ആരെങ്കിലും ഉറപ്പെടുത്തിയതായിക്കോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ചിന്തകൾ വേറെ, ദൈവഹിതമല്ലാത്ത ചിന്തകൾ ഹൃദയത്തിൽ വന്നു പോയതായിക്കോട്ടെ, ഇതിനെല്ലാം മാറ്റണമെങ്കിൽ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ കൊടുക്കണം. കർത്താവ് എന്നെ മിനിസ്ട്രിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞു. പ്രത്യേക ഫ്രണ്ട്സ്, അതുപോലെ തന്നെ റിലേറ്റീവ്സ്, എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം. ഞാൻ പറയും, കർത്താവ് എനിക്ക് അന്നേരം സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൽ സന്തോഷിക്കണം, ദൈവവചനത്തിൽ സന്തോഷിക്കണം. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൂത് പോകുന്നത്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം. ഹല്ലേലൂയ. നീണ്ട 5 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു, വചനവുമായിട്ടിരുന്നപ്പോൾ ഇൻസ്റ്റഗ്രാം അങ്ങ് കളയണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ സമയം അതിലധികം പോകുന്നുണ്ട്. ദൈവത്തിന് 1 മണിക്കൂറും ബാക്കി 5 മണിക്കൂർ ഇൻസ്റ്റഗ്രാമിനും. അത് ശരിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാനൊരു ഉഡായിപ്പ് പരിപാടി കാണിച്ചു. ദൈവം പറഞ്ഞതല്ലേ, എന്തായാലും അനുസരിക്കാം. അതങ്ങ് അൺഇൻസ്റ്റോൾ ചെയ്തു. ഹല്ലേലൂയ. അതവിടെ കിടക്കുന്നുണ്ട്, എനിക്ക് ഇടയ്ക്കൊക്കെ കയറി നോക്കുകയും ചെയ്യാം. എന്നും നോക്കുന്നില്ലല്ലോ കർത്താവെ, ഒരു ശനിയാഴ്ചയോ ഒരു ഞായറാഴ്ചയോ കിട്ടുമ്പോൾ അല്ലേ നോക്കുന്നുള്ളെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലോക്കേജ് നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവെ എന്താണ് ഇതിന്റെ മേലൊരു റിസൾട്ട് കിട്ടാത്തത്? കർത്താവ് ചോദിക്കും, പറഞ്ഞ കാര്യം അനുസരിച്ചായിരുന്നോ? ഹല്ലേലൂയ. പറഞ്ഞ കാര്യം അനുസരിക്കുന്നില്ലെങ്കിൽ എനിക്കും കേൾക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രിയ ദൈവമക്കളെ, എനിക്ക് ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ല. പക്ഷെ അത് കർത്താവ്, ആ ശബ്ദം ഞാൻ കേട്ടപ്പോൾ യൂട്യൂബിൽ നോക്കി അത് പഠിച്ച് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ കൃപയാൽ പറയട്ടെ, ഇതിനോടൊന്നും ആഗ്രഹമില്ല. ഹല്ലേലൂയ. ജഡത്തെ ക്രൂശിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ചുമ്മാതെ നമ്മൾ ബൈബിള് തുറന്നിരുന്നാലൊന്നും ദൈവത്തിന്റെ വെളിപ്പാടോ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോ ഒരു വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. നിന്റെ വിളി എപ്രകാരമാണെന്ന് നീ തിരിച്ചറിയുക, വിളിക്കനുസരിച്ച് വില കൊടുക്കുവാൻ തയ്യാറാകുക. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് ഓർമ്മിപ്പിക്കുന്ന ചിലരോട്, നിന്റെ വിളിയെ തിരിച്ചറിയുക, നിന്റെ തിരഞ്ഞെടുപ്പിനെ തിരിച്ചറിയുക. അത് വെച്ചിട്ട് നീ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ദൈവഹിതത്തിന് അനുസരിച്ച് ചുവടുവെക്കുക. കർത്താവ് മാറ്റാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 1 വർഷക്കാലമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെയിൻഫുൾ ആണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ്. ഇന്നലെയും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം. ഈ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആകുന്നത് കൊണ്ട് ഈ മുറിക്കകത്ത് തന്നെ ആയിരിക്കുന്ന വചനവും വായിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തോന്നുന്നു വെനസ്ഡേയിൽ എൻ്റെ ചർച്ചിൽ പ്രയറിന് പോകും, സൺഡേയിൽ ചർച്ചിന് പ്രയറിന് പോകും. ഇതല്ലാതെ എനിക്കൊരു ആഘോഷമില്ല, ഇതില്ലാതെ എനിക്കൊരു സംസാരമില്ല. ഫോണിലാണെങ്കിൽ പോലും ചുമ്മാതിരുന്ന് സംസാരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്താണെന്നറിയാവോ? അധികം സംസാരിക്കുമ്പം അധികം പാപം വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ തോന്നും, ടെംപ്ടേഷൻ വരും. ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് പറയുന്നു, ഫോൺ പോലും മാറ്റി വെക്കണം. എന്നെ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് കിട്ടാതെ വരുമ്പോ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, വിളിച്ചാൽ ഒന്നും കിട്ടാറില്ലല്ലോ, ചിലപ്പോ മീറ്റിങ്ങിന്റെ ഒക്കെ കാര്യമായിരിക്കും. ഞാൻ പറയും, ദൈവദാസനെ,
ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നോടൊന്നും തോന്നല്ല, അതുകൊണ്ട് ഫോൺ ഇത്ര നേരം മാറ്റി വെക്കണം. രാത്രിയിലായിരിക്കും ചിലപ്പം കർത്താവ് എടുക്കാൻ അനുവാദം തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാലേ പ്രിയ ദൈവമക്കളെ ദൈവത്തിനു വേണ്ടിയിട്ട് ചിലരെ നേടുവാൻ കഴിയത്തുള്ളൂ. മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് വരുവാന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. നീ വചനം പറയുമ്പോൾ അത് വെട്ടുകൊള്ളണമെങ്കിൽ, അത് അവരുടെ ഹൃദയത്തിൽ വ്യാപരിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം, നീ നിന്നെ തന്നെ വെടിപ്പാക്കണം. നീ മാറ്റേണ്ട പല കാര്യങ്ങളിൽ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ. ഒഴിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, യൗവനക്കാരുടെ ഇടയിൽ കിടന്ന് വളരേണ്ട കൊച്ച ഇപ്പൊ പാസ്റ്റർമാരുടെ നടുവിലാണെന്ന്. ഹല്ലേലൂയ. ആന്റി ഓർമ്മിപ്പിച്ചതുപോലെ പ്രായം കുറവാണ്, 26 വയസ്സേ ഉള്ളൂ. പക്ഷെ അധികം മെച്യൂരിറ്റി കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് എനിക്കെല്ലാം കുഞ്ഞുകളിയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അമ്മ എപ്പോഴും പറയും, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ കൂട്ടാണ്, കൊച്ചു പിള്ളേരുടെ കൂട്ടാണ്. പക്ഷെ കൃപയാൽ കർത്താവ് ഇന്ന് ഓരോ കാര്യങ്ങളിലും മാറ്റം തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റണം. ലൂക്കോസ് 12:33 അതാണ് പറയുന്നത്, നിങ്ങൾക്കുള്ളത് വിറ്റിട്ട് ഭിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും ലോ ക്വാളിറ്റി അല്ല കർത്താവിന് കൊടുക്കേണ്ടത്. കർത്താവ് എന്താണോ പറയുന്നത് അത് അനുസരിച്ച് നാം ഓരോരുത്തരും ചുവട് വെക്കുക. പ്രിയ ദൈവമക്കളെ, കർത്താവിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് കർത്താവ് തരും, വേണ്ടതാണെങ്കിൽ, നമുക്ക് വേണ്ടതാണെങ്കിൽ. ഹല്ലേലൂയ. ഇന്നും മിനിസ്ട്രിയിൽ ഇറങ്ങിയിരിക്കുന്നു, ഒരു കുറവും കർത്താവ് വരുത്തുന്നില്ല ജീവിതത്തിൽ. എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണുന്നു, കർത്താവ് പറയുന്നത് ഓരോ നിമിഷം അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ട്. അനുസരിക്കാൻ തയ്യാറാകുന്നവന്റെ മേലാണ് ദൈവിക വാഗ്ദത്തങ്ങളും വെളിപ്പെടുന്നത്. വെറുതെ കർത്താവിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം ലഭിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ജഡത്തെ നാം ക്രൂശിക്കണം. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ താല്പര്യങ്ങൾ എല്ലാം ക്രൂശിച്ചാൽ മാത്രമേ വിലയുള്ളത് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:19 ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി, അല്ലെങ്കിൽ ദാസിയാക്കി. ഹല്ലേലൂയ. ഇത് പൗലോസ് പറയുന്നതാണ്. പൗലോസ് എന്ന് പറഞ്ഞ ഒരു റോമ പൗരക്കാരനാണ്. പഠിത്തം, എല്ലാ കാര്യങ്ങളും കൊണ്ട് അദ്ദേഹം തികഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷേ കർത്താവിനെ സംബന്ധിച്ച്, ഹല്ലേലൂയ, കർത്താവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം തനിക്കുള്ളതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം ലോകത്തെ നോക്കിയില്ല. കർത്താവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവൻ എത്തപ്പെട്ടു. ഇന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, ഞാൻ വില കൊടുക്കാൻ തയ്യാറാണ്, ഇവിടെ എന്റെ ആഗ്രഹങ്ങൾക്കല്ല, ഇവിടെ എന്റെ ഇഷ്ടങ്ങളല്ല, ഇവിടെ എന്റെ താല്പര്യങ്ങളല്ല നടക്കേണ്ടത്, ഇവിടെ എന്റെ ദൈവത്തിന്റെ താല്പര്യമാണ് നടക്കേണ്ടത്. പ്രിയ ദൈവമക്കളെ, എനിക്കും പ്രാർത്ഥിക്കാൻ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. കൃപയാൽ ഇന്നും ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ നിന്റെ ഭാവിയെ പറ്റി ഓർത്ത് ചിന്തിച്ച് ഭാരപ്പെടണ്ട, അതെല്ലാം ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേര്. നീ എന്റെ അടുത്തിരിക്കുമ്പോൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിന്റെ ഭാവിക്ക് വേണ്ടി തക്ക സമയത്തൊരുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് പറയാൻ സാധിക്കും, എന്റെ ജീവിതത്തിനു വേണ്ടി, എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എന്റെ തലമുറകൾക്ക് വേണ്ടി തക്ക സമയത്ത് ഒരുക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ആദ്യം പിടിക്കേണ്ട ആവശ്യമില്ല, നമ്മള് പ്രവാചകനെ കാണേണ്ട ആവശ്യമില്ല, നമ്മൾ മനുഷ്യരോട് പ്രശ്നങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ ദൈവത്തോട് പറ. ദൈവം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുക, അത് അനുസരിച്ച് ചുവട് വെക്കുക. പാപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ലോകത്തിൽ ഞാൻ അനേകരെ നേടണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ദാസനാക്കിയേ മതിയാകത്തുള്ളൂ. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊക്കെ ഫ്രീഡം അനുഭവിക്കുന്നത്, അല്ലെ? പക്ഷെ ഈ ഫ്രീഡം എല്ലാ കാര്യത്തിലും കയറി ഉപയോഗിക്കരുത്. കർത്താവ് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അത് പാപത്തിൽ നിന്നാണ്. പക്ഷെ ലോകത്തെ ജയിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ദാസനാക്കണം, ദാസിയാക്കണം. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഹാഗാറിനോട് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. സാറായെ വിട്ട് ഓടിപ്പോകുമ്പോൾ ചെന്ന് എന്താണ്, യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കാൻ, കീഴടങ്ങിയിരിക്കാൻ. ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവ സന്നിധിയിൽ ഞാൻ കീഴടങ്ങിയിരിക്കും, കീഴ്പ്പെട്ടിരിക്കും. കീഴ്പ്പെട്ടിരിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അല്ലാതെ ദൈവം പറയുന്നത് കുറച്ചനുസരിച്ചിട്ട് ബാക്കി എന്റെ ഇഷ്ടം, എന്റെ ബുദ്ധിയിൽ. നിങ്ങൾ ബുദ്ധിയിൽ ഒരു കാര്യവും ചിന്തിച്ച് സമയം കളയരുത്. ആത്മാവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയിൽ ചിന്തിക്കരുത്.
ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ഹിതത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് തൊട്ട് ക്രമീകരിക്കേണ്ട മേഖലകൾ ക്രമീകരിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്താ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് അറിഞ്ഞ് കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതും. മാത്രമല്ല ഇവിടെ ഉള്ളതും കരുതും. കർത്താവ് രണ്ടാമത്തെ വരവിൽ നമ്മളെയും ചേർക്കും. മൂന്നാമതായിട്ട് പറയുന്നത്, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. എല്ലാരും വന്ന് നമ്മുടെ കതകിൽ മുട്ടിയാൽ നമ്മളങ്ങ് തുറക്കുവോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കതകിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുറക്കും. പരിചയമില്ലാത്തവരാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഭിക്ഷാടനക്കാരൊക്കെ ആണെങ്കിലോ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കും, അല്ലെ? പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ, അടുക്കളയിലാണെങ്കിൽ നമ്മൾ പറന്നു വന്ന് കതക് തുറക്കും, ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് അറിയാവുന്നവർക്ക് മാത്രമേ മുട്ടിയാൽ കർത്താവ് തുറക്കത്തുള്ളൂ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ആദ്യം നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. തുറന്നു കൊടുത്താൽ മാത്രമേ നിനക്ക് വേണ്ടി നീ മുട്ടുമ്പോൾ കർത്താവ് വാതിൽ തുറക്കത്തുള്ളൂ. നിന്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ ദൈവം വാതിൽ തുറക്കണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഇന്നും കർത്താവ് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളോട്, ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പലർക്കും അത് കേൾക്കുവാൻ താല്പര്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഓർക്കുന്നുണ്ട്, പലപ്പോഴും കർത്താവിനോട്, മോളെ ഈ വഴി പോകരുത്, ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സംസാരിക്കും. പക്ഷെ ഞാൻ ഇതൊന്നും കേൾക്കാറില്ല. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എന്റെ രീതി, എനിക്ക് എന്റെ ഇഷ്ടം. അനുഭവത്തിൽ നിന്നാണ് പ്രിയ ദൈവമക്കളെ പറയുന്നത്. കർത്താവ് ഡോറ് നോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹൃദയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അനുസരിക്കുക. ഇല്ലെങ്കിൽ നമ്മളെന്താണ്, അധികം വില കൊടുക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ. അത് ഓൺ ദ സ്പോട്ടിൽ അങ്ങ് അനുസരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. എന്തിനാണ് കർത്താവ് വാതിൽ മുട്ടുന്നത് പ്രിയ ദേവദാസി എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ അത്താഴം എന്ന് പറയുന്നത് വചനത്തെ പറ്റിയിട്ടാണ്. അത് ദൈവം പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്കുണ്ട്. എന്താണ്? വചനം എന്ന ആഹാരം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലായിരിക്കുമ്പോൾ ദൈവ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിൽ നിന്ന് സംസാരിക്കും. വചനത്തിന്റെ മർമ്മങ്ങളെ നിങ്ങൾക്ക് പൊരുള് തിരിച്ചു തരും. അത്താഴം കഴിക്കുമ്പോഴാ, നമ്മളൊക്കെ ഭവനത്തിലിരുന്ന് അത്താഴം കഴിക്കുമ്പോഴാ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്നാണ്, പക്ഷെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോൾ സംസാരിച്ചുകൊണ്ടാണ് കഴിച്ചത്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യണം. ഈ വചനം നിങ്ങൾ തുറക്കുമ്പോൾ ഇത് നിങ്ങളോടുള്ള ദൂതാണ്. ഇന്ന് നിങ്ങൾ ഒരു അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇതിൽ നിന്ന് എന്താണ് അപ്പ എന്നോട് സംസാരിക്കാനുള്ളത്, ഇതിൽ നിന്ന് എന്താണ് എനിക്ക് ദൂത് തരാനുള്ളത്, എന്താണ് ആലോചന തരാനുള്ളത്, അതനുസരിച്ച് ഞാൻ ചുവടുവെക്കാം കർത്താവെ, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാം. ഇന്ന് പലർക്കും മനുഷ്യന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്, പ്രവാചകന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്. എന്നാൽ വലിയവനായ ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇതാരും ഇന്ന് അറിയുന്നില്ല. പ്രവാചകന് ദൂത് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അങ്ങനെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലും അടക്കുമ്പോൾ നിങ്ങളോടുള്ള ആലോചന ദൈവം പറഞ്ഞു തരത്തില്ലേന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ എന്നേക്കും ഇരിക്കേണ്ടതിനാണ് കർത്താവ് നൽകി തന്നത്. നിങ്ങളോട് സംസാരിക്കാനാണ്, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാനാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഏതു വിഷയങ്ങൾക്കും പരിഹാരം നൽകാൻ പരിശുദ്ധാത്മാവ് ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ എന്റെ മെയിൻ ദൂത് ഇതാണ് പ്രിയ ദൈവമക്കളെ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും
മറക്കും. ഈ 3 ഏരിയയിലും ഞാൻ പരിശുദ്ധാത്മാവിനെ തൊട്ടാണ് സംസാരിച്ചത്. പക്ഷെ പ്രിയ ദൈവമക്കളെ, ഇത് കണ്ടെത്തണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കണ്ടെത്തണമെങ്കിൽ, അധികം കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഇഷ്ടങ്ങൾക്കോ എന്റെ അനിഷ്ടങ്ങൾക്കോ എന്റെ താല്പര്യങ്ങൾക്കോ ഇനി മുതൽ പ്രാധാന്യമില്ല. കർത്താവാണ് എന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത്. ഞാൻ ഓൾറെഡി എന്റെ ദൈവത്തെ എന്റെ ജീവിതത്തിൽ ക്ഷണിച്ചു കഴിഞ്ഞു. ദൈവം ഇന്ന് എത്ര പേരോട് സംസാരിച്ചെന്ന് ഹല്ലേലൂയ എത്ര പേർക്ക് ഉറപ്പുണ്ട് പ്രിയ ദൈവമക്കളെ? ഒരുപക്ഷെ നിങ്ങൾ ആരും പ്രതീക്ഷിച്ച ദൂതല്ല ഇന്ന് വെളിപ്പെട്ടതെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവ് ആഗ്രഹിച്ച ദൂതാണ് ഇന്ന് വെളിപ്പെട്ടത്. എനിക്കത് മാത്രം മതി. ദൈവം എന്താണോ പറയുന്നത് അത് അനുസരിച്ച് നീങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചില ഇള്ളങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ നീ നിന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക. നീ മുട്ടുമ്പോൾ കർത്താവ് വാതിൽ തുറന്നു തരണമെങ്കിൽ മുന്നേ നീ നിന്റെ വാതിൽ ദൈവത്തിനു വേണ്ടി തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെ എന്തിനോട് ഉപമിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരു മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ഹല്ലേലൂയ ഈ സ്വർഗരാജ്യം കണ്ടെത്തി. തനിക്കുള്ളതൊക്കെയും വിറ്റു. ഇന്ന് എത്ര പേർക്ക് എനിക്ക് എന്റെ ആഗ്രഹം, എന്റെ ഇഷ്ടം വേണ്ട ദൈവമേ, എനിക്ക് അങ്ങയുടെ ഇഷ്ടം മതി. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്നാണ് പ്രിയ ദൈവമക്കളെ പറയുന്നത്. ഇന്ന് ഞാൻ കാണുന്നു എന്റെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ചപ്പോൾ എന്റെ കർത്താവിന്റെ ഹിതം, കർത്താവിന്റെ ഇഷ്ടം എന്റെ മേൽ നിറവേറിയപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, കർത്താവെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അങ്ങ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മാലയിൽ ഒരു മുത്തു കോർക്കുന്നത് പോലെ ഹല്ലേലൂയ ഓരോ ദിവസങ്ങളും പാഠങ്ങൾ പഠിപ്പിച്ച് ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞാനുമായിട്ട് കണക്ട് ചെയ്ത് യോഗ്യതയില്ലാത്തിടത്ത്, അർഹതയില്ലാത്തിടത്ത്, പ്രാർത്ഥിക്കാൻ പോലും കഴിവില്ലാത്ത എന്നെ ദൈവം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, എന്നെ കേൾക്കുന്ന 124 ഡിവൈസിന്റെ മുമ്പിൽ കർത്താവ് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതെന്റെ മാന്യതയല്ല, ഇതെനിക്കൊന്നും ശ്രേഷ്ഠത പറയാനില്ല. ഹല്ലേലൂയ. ഇത് ഞാൻ എന്നെ തന്നെ ത്യജിച്ചത് കൊണ്ടാണ്. ഒരു വചനവും കൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്താം. എന്നേക്കാൾ അപ്പനെയോ അമ്മയോ സഹോദരനെയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എനിക്ക് യോഗ്യനാകണമെങ്കിൽ, കർത്താവിന് യോഗ്യതയുള്ള വ്യക്തികളായി തീരണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. കർത്താവിന്റെ ക്രൂശ് എടുക്കണം. പലപ്പോഴും പാടുമ്പോൾ നമ്മളൊക്കെ പറയാറില്ലേ, ക്രൂശെ നോക്കി ഞാൻ യാത്ര ചെയ്യും. എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ക്രൂശെ നോക്കി യാത്ര ചെയ്യുമെന്ന് പലപ്പോഴും പാടാറില്ലേ? പക്ഷെ അത് പ്രവൃത്തിയിൽ നമ്മൾ കൊണ്ടുവരാറുണ്ടോ? ഹല്ലേലൂയ. പ്രവൃത്തിയിൽ കൊണ്ടുവരാറുണ്ടോ? നിങ്ങളെ തന്നെ ചിന്തിക്കുക. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക പ്രിയ ദൈവമക്കളെ. ക്രൂശിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, അത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. പുത്രൻ പറഞ്ഞത്, കഴിയുമെങ്കിൽ കർത്താവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, പക്ഷേ എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറട്ടെ. ഈ പ്രോസസ് ഇച്ചിരി പെയിൻഫുൾ ആണ് പ്രിയ ദൈവമക്കളെ. ഇത് തന്നെയാണ് പുത്രനും പറഞ്ഞത്, ഈ പ്രോസസ് ഇച്ചിരി പെയിൻഫുൾ ആണ്, പക്ഷെ അപ്പാ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. പാപികൾക്ക് വേണ്ടി തക്ക സമയത്ത് ക്രൂശിക്കപ്പെടാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഇഷ്ടങ്ങൾ നടക്കണ്ട, എന്റെ പിതാവിന്റെ ഇഷ്ടങ്ങൾ നടന്നാൽ മതി. ഇന്നലെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, പിതാവിന്റെ ഇഷ്ടം പുത്രൻ ചെയ്തു, ആകയാൽ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. കർത്താവ് നമുക്ക് മുമ്പേ മാതൃക വരച്ചു കാട്ടിയിട്ടാണ് ഇവിടുന്ന് പോയത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കാറായി പ്രിയ ദൈവമക്കളെ. ആകയാൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ വരവിൽ പറന്നു പോകുവാൻ, രൂപാന്തരപ്പെടുവാൻ, കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടുന്ന് എടുക്കപ്പെടണമെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരും ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗസ്നുമായ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു കർത്താവേ. അങ്ങയുടെ ഹിതം, അങ്ങ് പറഞ്ഞ വചനം കർത്താവേ നിന്റെ മക്കളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനി ഇവരിൽ പരിവർത്തിക്കണം അപ്പ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അവസ്ഥകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ വലിയ വെളിച്ചം വീശണം അപ്പ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഞങ്ങൾ എല്ലാവരും കായ്ക്കണം അപ്പ. ഞങ്ങളെ സമർപ്പിച്ചു തരുന്നപ്പ. അടിയനെ സമർപ്പിക്കുന്നു കുടുംബമായിട്ട്, പ്രിയ ദേവദാസിയെ കുടുംബമായിട്ട് സമർപ്പിക്കുന്നു. വർഷിപ്പ് ചെയ്ത പ്രിയ ദേവദാസിയെ കുടുംബമായിട്ട് സമർപ്പിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളെ അനുഗ്രഹിച്ചാട്ടെ അപ്പ. ഞങ്ങൾക്കെല്ലാം അപ്പ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, ദൈവഹിതം തിരിച്ചറിയുവാനുള്ള കൃപ നൽകിയാട്ടെ.
ഹല്ലേലൂയാ, സ്തോത്രം. ദൈവത്തിന്റെ ഹിതം മാത്രം ഞങ്ങളിൽ നിറവേറണം അപ്പ. ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചാട്ടെ. ഇത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരണം. അനേകര് കൂടി വരുന്നതായി ഒരു മീറ്റിംഗ് ആക്കി തീർക്കണം അപ്പ. ഹല്ലേലൂയാ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം ഈ ഗ്രൂപ്പിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം അപ്പ. അവരുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ദൈവശക്തി തിരിച്ചറിയുന്നതിനായി സ്തോത്രം അപ്പ. അടിയന് ഇത്രത്തോളം പറയുവാനുള്ള കൃപ നൽകിയതിനായി സ്തോത്രം. പിന്നെ ഞങ്ങളെ രക്തത്താൽ മറച്ചാട്ടെ, ശുദ്ധീകരിച്ചാട്ടെ. പ്രാർത്ഥന കേൾക്കണം യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മാറാനാഥ, ഗോഡ് ബ്ലസ് യു ഓൾ. നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവാണ്. ആ വരവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുക. ഈ ദൂത് എന്നോടും നിങ്ങളോടും ഉള്ളതാണ്. നാം നമ്മെ തന്നെ ഒരുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. പ്രത്യാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ഫെബ ആന്റിയോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വചനം അനുഗ്രഹത്തിന് കാരണമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വചനം നിങ്ങളിൽ പരിവർത്തിക്കട്ടെ. അധികം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദാഹിക്കുക, കൊതിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.